പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ശൈലജ ബീഗം, വൈസ് പ്രസിഡന്റ്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ട്രിവാൻഡ്രം അവരുടെ വേദിയിലേക്ക് ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ വകുപ്പ് മന്ത്രി പ്രിയങ്കരനായിട്ടുള്ള അഡ്വക്കേറ്റ് GR അനിൽ, വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റ് നഹാസ്, കടയ്ക്കാവൂർ CI സജിൻ ലൂയിസ്, വാർഡ് മെമ്പറായിട്ടുള്ള ജയന്തി, സവാദ് ഖാൻ, CS ജയചന്ദ്രൻ, ദിലീപ് മണമ്പൂർ, വിശിഷ്ട വ്യക്തികളായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഡ്വക്കേറ്റ് മാഹി, അബ്ദുൽ നാസർ, AK സലീം, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, അതിലേറെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, അതിനേക്കാൾ ഏറെ പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു കൂട്ടുകാർ, ഇവിടെ ഉദ്ഘാടകൻ സംസാരിച്ചതുപോലെ ഇന്ന് മാറ്റങ്ങൾ വല്ലാതെ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമല്ല, അതെല്ലാ കാര്യത്തിലും മാറ്റങ്ങളുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലാണ് വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയായി കൊണ്ടിരിക്കുന്നതാണ്. കേരളം മാറിയത് തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം കൊണ്ട് തന്നെയാണ്. അത് നവോത്ഥാന കാലഘട്ടം മുതൽ, അത് കഴിഞ്ഞ് ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകൃതമായതിനു ശേഷം 57-ൽ കേരളത്തിൽ ഒന്നാം ഗവൺമെൻറ് വരുമ്പോൾ വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവും ഒക്കെ ആക്കുമ്പോൾ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വലിയ മാറ്റം കൊണ്ടുവന്നു. അത് ഓരോ കാലഘട്ടത്തിലും കാലോചിതമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ്. അതാണ് ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ, സ്കൂളുകളിൽ പോയാൽ നമുക്കൊന്നിരുന്ന് പഠിക്കാൻ നമുക്ക് കൊതി തോന്നും. ഞങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഫാനില്ല, നേരെയുള്ള ബെഞ്ചില്ല, ഇരിക്കാൻ വേണമെങ്കിൽ കല്ലെല്ലാം വെച്ചിട്ട് ഒന്നിരിക്കണം. അതുപോലെയൊന്നുമല്ല ഇന്ന് ക്ലാസ് റൂമുകൾ, നല്ല ബെഞ്ച്, നല്ല എല്ലാം ഒരു നമ്മൾ പറയില്ല അന്താരാഷ്ട്ര നിലവാരം എന്ന് പറയുന്നത് പോലെ മികവിൻ്റെ കേന്ദ്രങ്ങളായി കേരളത്തിലെ സ്കൂളുകൾ. പക്ഷെ ആ സ്കൂളുകൾ വരുമ്പോൾ ഇവിടെ തുടങ്ങിയ ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ, ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ പ്രീ പ്രൈമറി സ്കൂളാണ്. നമുക്ക് ആദ്യം സ്കൂളിങ്ങിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നതാണ് ഇവിടെ നിന്ന് കൊടുക്കേണ്ടത്. ഈ തുടക്കം നന്നായാൽ നമ്മൾ ഒടുക്കവും നന്നാവും എന്ന് പറയുന്ന പോലെ ഒരു പാട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തുടക്കമാണ് ഈ സ്കൂളിൻ്റെ പ്രത്യേകത. അപ്പോൾ നന്നായി തുടങ്ങുക, ഒരു കുട്ടിയുടെ ആദ്യ ചുവടുവയ്പ്പാണ് ഈ സ്കൂളിൻ്റെ ഈ കലാലയത്തിലേക്ക് കുട്ടി കടന്നു വരുന്നത്. അപ്പോൾ ആ കുട്ടികൾ, ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയൊന്നുമില്ല. ഇന്ന് ഗർഭിണിയായിരിക്കുമ്പോഴേ കുട്ടി വലിയ അപ്ഡേഷൻ നടന്നാണ് വരുന്നത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്ക് നന്നായി മൊബൈൽ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ നന്നായി മൊബൈൽ ഉപയോഗിക്കും. അവിടെയാണ് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പാരൻറ്റിങ്ങിൽ ഒരു മാറ്റം ഉണ്ടാകും. നമ്മുടെ പാരൻറ്റിങ് പഴയ തരത്തിലുള്ള പാരൻറ്റിങ്ങിൽ ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പാരൻറ്റിങ് നടത്തുമ്പോൾ ഇപ്പോഴത്തെ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നതൊക്കെ പഴയ കാലഘട്ടത്തിൽ കിളികളുടെ കരച്ചിലും കഥകൾ പറഞ്ഞുമാണ് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തിരുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്ന് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് മൊബൈൽ കാണിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. ആ പാരൻറ്റിങ് തന്നെ ലോകത്തിൻ്റെ മുന്നിൽ ഈ കൊച്ചു കേരളത്തിന് വലിയ അപമാനമാവുകയാണ്. കാര്യം കുട്ടി അതിൽ അഡിക്റ്റ് ആവുകയാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ കുട്ടി ഭക്ഷണം കഴിക്കില്ല, ഇത് കിട്ടിയില്ലെങ്കിൽ കുട്ടി ഉറങ്ങില്ല, ഇത് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ നിർബന്ധം തുടങ്ങുകയാണ്. ഇതൊരു വല്ലാതെ അഡിക്ഷനിലാകുന്നത് നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ പാരൻറ്റിങ് കുറച്ചുകൂടി മാറ്റി പിടിച്ചാൽ അത് നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. എല്ലാം കാണണം. അത് മൊബൈലായാലും TV ആയാലും കമ്പ്യൂട്ടർ ആയാലും ഇന്ന് കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. അതുപോലും ഇന്ന് ലോകത്താകുമ്പോൾ അവിടെ എല്ലാം നമുക്ക് അപ്ഡേഷൻ ഉണ്ടാകണം. പക്ഷേ പാരൻറ്റിങ്ങിന് നമ്മളൊരു അപ്ഡേഷൻ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ ഇവിടെ ഭീഷണി കണ്ണുരുട്ടി കാണിക്കണമല്ല, അത് വീട്ടിൽ നിന്നേ കണ്ണുരുട്ടി കാണിക്കരുത്. ഒരു കുട്ടി ഒരു നല്ല കാര്യം ചെയ്താൽ അതിനെ അപ്രീസിയേഷൻ കൊടുക്കുവാൻ പാരൻസിന് കഴിയണം. പടം കൊള്ളൂലെങ്കിലും നല്ലതാണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. രക്ഷകർത്താക്കൾ ഒരു മാർക്ക് കുറഞ്ഞാൽ അടി കൊടുക്കുന്ന കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഇന്നലെ ഒരു റീല് കണ്ടു. 10ാം ക്ലാസ്സിൽ തോറ്റ കുട്ടിയെ അച്ഛനും അമ്മയും നാട്ടുകാരും ഒക്കെ വന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കുക. അപ്പം അത് വേറൊരു രീതിയാണ്. നമ്മൾ ഒരു മാർക്ക് കുറഞ്ഞു പോയതിനെ ചോദ്യം ചെയ്യുന്ന ഒരു
പാരന്റിങ് ആണ് ഇപ്പൊ കേരളത്തിലെ പാരന്റിങ്. അവിടെ എല്ലാം മാറ്റം കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ദീർഘമായിട്ടൊരു വർത്തമാനം പറയുന്നില്ല. കാര്യം ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലെ വലിയ മാറ്റം നടത്തുമ്പോൾ ഈ ചെറിയ മാറ്റങ്ങളിലൂടെ നമ്മൾ കുട്ടികളുടെ കൂട്ടുകാരായിട്ട് രക്ഷകർത്താക്കൾ മാറേണ്ട ഒരു കാലമാണ്. അതുപോലെ രക്ഷകർത്താക്കൾ കൂട്ടുകാരെ പോലെ ആയില്ലെങ്കിൽ ആ കൂട്ടുകാര് വഴിതെറ്റി പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ കൂട്ടുകാർക്ക് കുട്ടി വഴിതെറ്റി പോകുന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ രക്ഷകർത്താക്കൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരായി മാറുക, അവരോട് വർത്തമാനം പറയുവാൻ, അവരെ കേൾക്കുവാൻ ഒരു ശ്രോതാവായിട്ടൊക്കെ നമ്മൾ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളൊരു തോന്നൽ കുട്ടികൾക്കുണ്ടായാൽ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വലിയ വെല്ലുവിളികളാണ്. ഇന്ന് നിങ്ങൾ പറയുന്ന വെല്ലുവിളിയൊന്നുമല്ല. ഇവിടെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇന്ന് 10 വയസ്സ് തൊട്ടും 5 വയസ്സ് തൊട്ടും ഒക്കെ ഇവിടെ ഇരിക്കുന്ന CI ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് കേട്ട് വരുന്ന കേസുകളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഇതെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധി എന്ന് പറയുന്നത് നമ്മൾ പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ദൃഢതയോട് പോകുന്നു അവിടെ നന്നായി കുട്ടികൾ കൂടെ പോകും. വീട്ടിൽ ബഹളം വെക്കുന്നത് പോലും കുട്ടികളുടെ മുന്നിൽ ബഹളം വെക്കരുതെന്നാ പറയുന്നത്. പാരൻസ് ബഹളം വെക്കുന്നത് മറ്റൊരു റൂമിലേക്ക് പോയി ബഹളം വെക്കുക, കുട്ടികളുടെ മുന്നിൽ ബഹളം വെക്കരുത്. കുഞ്ഞു മനസ്സിൽ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ സൂചിയുടെ ചിന്ത ഇവരെത്ര വലുതായാലും മറക്കത്തില്ല. അമ്മയും അച്ഛനും പറയുന്ന ഓരോ വാക്കുകളും കുഞ്ഞു മനസ്സിൽ അവരിങ്ങനെ നന്നായി റെഡ് ലൈൻ ഇട്ടിങ്ങനെ വെച്ചേക്കും. അതൊന്നും കുട്ടികളുടെ മുന്നിൽ പാടില്ല. നമ്മൾ കുട്ടികളെയാണ് നമ്മൾ നന്നായി വളർത്തിയാൽ അവർ നാളെയുടെ അല്ലെങ്കിൽ നന്മ മരങ്ങളായിട്ട് മാറും, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചാലക ശക്തികളായിട്ട് മാറും, അല്ലെങ്കിൽ നമ്മൾ പറയും ഭാവി തലമുറയുടെ പ്രതീകങ്ങളായിട്ട് മാറുമെന്ന് പറയല്ലേ. ഇന്നിൻ്റെ തലമുറയാണ് അവർ, ഇന്നിൻ്റെ കുട്ടികളാണ്. അപ്പം ഇന്ന് നന്നായി വളർത്തിയാലേ നാളെ അവർ നന്നായി വളരുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ മാറ്റുന്നതിന് വേണ്ടി ഈ സ്കൂള് ഹൈസ്കൂള് നന്നായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും നാട്ടുകാരി എന്ന നിലയിലും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ശ്രേഷ്ഠമായ വാക്കുകൾക്ക് 1000 നന്ദി. അതിന് ഞങ്ങളുടെ സ്നേഹോപഹാരം സമ്മാനിക്കുകയാണ് മാമിന്. മാമിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എജുമേറ്റഡ് ഹൈസ്കൂളിന്റെ സ്നേഹോപഹാരം അഡ്വക്കേറ്റ് ശൈലജ ബീഗം മാമിന് സമ്മാനിക്കുന്നു. ഫാത്തിമ രേഷ്മ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം സമ്മാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഇന്ന് രാവിലെ ഇവിടെ നടന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടി നടന്ന കളറിംഗ് കോമ്പറ്റീഷന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കൂടിയാണ്. കാറ്റഗറി 1 ഫസ്റ്റ് പ്രൈസ് അഫ്സ ഇസ്മത്തിനെ ഈ ഒരു സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈയടിയോടുകൂടി സർട്ടിഫിക്കറ്റും മെഡലുമാണ് അഫ്സയ്ക്ക് സമ്മാനിക്കുന്നത്. അഫ്സയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് GR അനിൽ സാറാണ് സമ്മാനദാനം നിർവഹിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് അഫ്സ. കാറ്റഗറി 1 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അഫ്സയ്ക്കുള്ള സമ്മാനദാനമാണ് അഡ്വക്കേറ്റ് GR അനിൽ സാറാണ് നിർവഹിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. കാറ്റഗറി 2 1ാം സ്ഥാനം മുഹമ്മദ് ഇർഫാൻ S വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈയടിയോടുകൂടി കൺഗ്രാറ്റുലേഷൻസ് മുഹമ്മദ് ഇർഫാനുള്ള സർട്ടിഫിക്കറ്റും മെഡലും അഡ്വക്കേറ്റ് GR അനിൽ സാർ നിർവഹിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. കാറ്റഗറി 2 നിന്ന് മുഹമ്മദ് ഇർഫാൻ ആണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന മിടുക്കൻ. നിറഞ്ഞ കൈയടിയോടുകൂടി തന്നെ ഈ ഒരു സമ്മാനദാനം സാക്ഷ്യം വഹിക്കാം. കൺഗ്രാറ്റുലേഷൻസ്. അടുത്തതായി കാറ്റഗറി 3 ഒരു കുഞ്ഞു സുന്ദരിയാണ് എഗെയിൻ നൈറ നസീബിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കളറിംഗ് കോമ്പറ്റീഷൻ കാറ്റഗറി 3. രാവിലെ ഒരുപാട് കരച്ചിലായിരുന്നു, മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് GR അനിൽ സാറാണ് ഇവർ സമ്മാനദാനം നിർവഹിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് നൈറ നസീബ്. വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. യെസ്, താങ്ക് യു സർ.